സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്ലെ കമ്പനിയുടെ 60% ഉൽപ്പന്നങ്ങളും അനാരോഗ്യകരമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് കമ്പനി തന്നെ തുറന്നു സമ്മതിക്കുകയാണ്. നെസ്ലെയുടെ ഉൽപ്പന്നങ്ങളായ മാഗി, നെസ്കാഫെ, കിറ്റ്കാറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ എത്രയൊക്കെ മാറ്റി നിർമ്മിച്ചാലും ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യകരമാക്കും വരെ നവീകരണം തുടരുമെന്നാണ് കമ്പനി പറയുന്നത്. ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് എന്ന ടാഗ്ലൈൻ വെച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന കമ്പനി ആരോഗ്യകരമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിക്കുന്നത് എന്ന വസ്തുത നമ്മളെ ഞെട്ടിക്കുന്നതാണ്. മാഗി നൂഡിൽസിനകത്ത് അനുവദനീയമായ അളവിനേക്കാൾ അജിനമോട്ടോയും ഈയവും ഉണ്ടെന്ന കാര്യം പെട്ടെന്ന് നമ്മൾ അറിഞ്ഞതല്ല. വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്തമായ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് നടത്തിയ ഒരു പരിശോധനയിൽ ഈ കാര്യം വെളിപ്പെട്ടതാണ്. ഒരു പാക്കറ്റ് മാഗി നൂഡിൽസിൽ 3 ഗ്രാം ചൈനീസ് ഉപ്പ്, അതായത് അനുവദനീയമായതിന്റെ 3 ഇരട്ടി ഉണ്ടെന്ന് 2012 CSE നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇത്രയും കൂടുതൽ ഉപ്പ് പൊണ്ണത്തടിക്കും പ്രമേഹത്തിനുമൊക്കെ കാരണമാകുന്നതാണ്. പാക്കറ്റുകളിലും ബോട്ടിലുകളിലും ഇറക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നില്ല എന്നതാണ് സത്യം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നിയമങ്ങളൊക്കെയുണ്ട്, പക്ഷേ അത് നടപ്പാക്കാൻ അധികൃതരാരുമില്ല. നടപ്പാക്കണമെന്ന് ശടിക്കാൻ ഉപഭോക്താക്കളുമില്ല. പാക്കറ്റുകളിൽ വരുന്ന ഭക്ഷ്യസാധനങ്ങളിലെ മാലിന്യത്തെക്കാളേറെ തുറന്നു തന്നെ കിട്ടുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും ധാന്യങ്ങളിലുമൊക്കെ മായവും മാലിന്യവും രാസവസ്തുക്കളും കാണുന്നു. വിശ്വസിച്ച് എന്ത് കഴിക്കാമെന്നത് ഇന്ന് കടുത്ത ആശങ്കയാണ്. പഴങ്ങളും പച്ചക്കറികളും പാകം വരാനും കൂടുതൽ കാലം നിലനിൽക്കാനും രാസവസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. ഇതിലും ഉപഭോക്താവ് നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. നെസ്ലെയുടെ ഉൽപ്പന്നമായ മാഗി നൂഡിൽസിന്റെ 9 ഇനങ്ങളും ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കാൻ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു. മാഗിയുടെ ഉടമകളായ നെസ്ലെ കമ്പനിക്കെതിരെയും മാഗിയുടെ ബ്രാൻഡ് അംബാസിഡർമാരായ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, പ്രീതി സിൻഡ എന്നിവർക്കെതിരെയും നടപടിയെടുക്കാൻ അന്ന് കോടതി ഉത്തരവിട്ടു. തുടർന്ന് ഇന്ത്യയിൽ പല സ്ഥലത്തും മാഗിക്കെതിരെ പരിശോധനയും നിരോധനവും ഉണ്ടായി. പക്ഷെ പിന്നീട് അതേ മാഗി തന്നെ നമ്മുടെ കയ്യിൽ വീണ്ടും എങ്ങനെ എത്തിയെന്നത് ചിന്തിച്ചാൽ മനസ്സിലാകും.